ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സദ്യ സ്റ്റൈൽ കാളൻ്റെ റെസിപ്പിയാണ്. ആദ്യം അതിന് വേണ്ട പച്ചക്കറികൾ എടുക്കാം. ഒരു കടായിൽ 1 കപ്പ് പച്ച വാഴയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ 1 കപ്പ് ചേനയും, പിന്നെ ഇതിലേക്ക് ഇടുന്നത് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ഇനി വേണ്ടത് 1/2 സ്പൂണ് മുളക് പൊടിയാണ്. മുളക് പൊടി ഇപ്പോൾ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള എരിവിന് പിന്നീട് നമ്മൾ പച്ചമുളക് ചേർക്കും. കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഈ പച്ചക്കറികൾ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം മതിയാകും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ കുറച്ച് വയ്ക്കാം. മൂടി വെച്ച് തന്നെ വേവിക്കണം, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വേകും. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിൻ്റെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങയിട്ട് 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം 1/2 സ്പൂണ്, 1/2 സ്പൂണോളം കുരുമുളക്. ഇനി ചേർക്കുന്നത് പച്ചമുളകാണ്. 4 പച്ചമുളക് ചെറുതായി മുറിച്ചതാണ് ചേർക്കുന്നത്. കഷ്ണങ്ങൾ വേകാൻ വയ്ക്കുന്ന സമയത്ത് 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളകും കൂടി ആകുമ്പോൾ എരിവ് കറക്റ്റായിരിക്കും. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി കഷ്ണങ്ങളൊക്കെ എന്തായെന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കഷ്ണമൊക്കെ വെന്തു കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കണം. അരപ്പ് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങൾ വേകാൻ വയ്ക്കുന്ന സമയത്ത് അത് തിളയ്ക്കുമ്പോൾ മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ അതിന് ശേഷമുള്ള കുക്കിംഗ് മൊത്തം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. കാളൻ നമുക്ക് ഒഴിച്ച് കറിയായിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി കൂട്ടി വയ്ക്കാം. നമ്മൾ അരപ്പ് അരച്ചിട്ട് കലക്കുന്ന സമയത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഗ്രേവി കൂട്ടി വയ്ക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പ് പോരാത്തത് കൊണ്ട് വീണ്ടും ഉപ്പൊക്കെ ചേർത്തു. ഇനി ഇത് 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇതിൽ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ മൂടി വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് തൈര് മാത്രമാണ് ചേർക്കാനുള്ളത്. തൈര് ചേർത്താൽ പിന്നെ കറി തിളയ്ക്കാൻ പാടില്ല. ഞാനിവിടെ ചേർക്കുന്നത് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ്. 1 കപ്പ് തൈര് നല്ലതുപോലെ അടിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കാം. ഇനി കറി ഒരുപാട് തിളയ്ക്കരുത്. സൈഡൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ തൈരൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്യണം. തീ ഓഫാക്കിയതാണ് കേട്ടോ. എന്നാലും സെൻറ്റർ കുമ്പളകൾ കണ്ടില്ലേ, അത് ചട്ടിൻ്റെ ചൂട് കൊണ്ടാണ്. അതുകൊണ്ട് തീ ഓഫ് ചെയ്താലും കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്കുള്ള കടുക് വറുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/4 സ്പൂണ് ഉലുവ, ഉലുവ പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കടുക് കൂടി ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ നല്ല സദ്യ സ്പെഷ്യൽ സ്വാദിഷ്ടമായ കാളൻ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. ഈ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തണം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.